ധർമ്മസ്ഥലിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുള്ള 4ാം ദിവസത്തെ തിരച്ചിൽ തുടരുകയാണ്. വനത്തിനുള്ളിൽ 7ാം നമ്പർ സ്പോട്ടിലാണ് പരിശോധന. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലം ചെയ്യുന്നു. റഹീസ്, 6ാം സ്പോട്ടിൽ ചില നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ പറയുന്ന തെരച്ചിൽ രീതി കുറച്ചുകൂടി കോൺഫിഡൻഷ്യൽ ആക്കിയിട്ടുണ്ടോ? ഈ പറഞ്ഞ 7ാം സ്പോട്ടിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ ഈ വൈകി വരുന്ന മണിക്കൂറുകൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് വിവരം? സുഹേൽ, നിലവിൽ 7ാം സ്പോട്ടിലെ പരിശോധനയും കഴിഞ്ഞു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് ലൈവ് ദൃശ്യങ്ങളാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ ഈ റവന്യൂ ഉദ്യോഗസ്ഥ സ്റ്റെല്ല വർഗീസ് ഉൾപ്പെടെയുള്ളവർ, ഇവർ പുത്തൂർ റേഞ്ച് കമ്മീഷണറാണ്, അവർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. റവന്യൂ കമ്മീഷണർ അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്. SIT ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 8ാമത്തെ സ്പോട്ടാണ്. അതായത് റോഡ് സൈഡിൽ നിന്ന് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് ഈ പരിശോധന വരുന്നത്. ഇത്രയും അടുത്ത് ഒരു സ്പോട്ടിൽ ഇതുവരെയും പരിശോധന നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ണിന് നേരെ കാണാൻ കഴിയുന്ന തരത്തിലൊരു പ്രദേശത്ത് പരിശോധന വരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പച്ച തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇന്നലെ 6ാമത്തെ സ്പോട്ട് നമുക്ക് അപ്പുറത്തെ കരയിൽ നിന്ന് കാണാമായിരുന്നു. പക്ഷേ അവിടെ ഇത്തരത്തിൽ മറച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഈ അസ്ഥിയുടെ ഭാഗങ്ങളൊക്കെ ലഭിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് ഈ സ്പോട്ടുകളൊക്കെ മറച്ച് തന്നെയാണ് പരിശോധന നടത്തുന്നത്. ഒരു തരത്തിലും ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ നമുക്ക് നേരത്തെ പുറത്തു പോയി അല്ലെങ്കിൽ ആ അടുത്തേക്ക് പോയിട്ട് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസുകാർ കൃത്യമായി നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്തേക്ക് പോകാൻ കഴിയില്ല, മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ വരെ മാത്രം പോകാൻ കഴിയുന്ന തരത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതായത് നേരിട്ട് ദൃശ്യങ്ങൾ പകർത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ വരെയും നമ്മൾ അപ്പുറം വരെ നമുക്ക് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ പരിശോധന 8ാം സ്പോട്ടിലേക്ക് വരുമ്പോൾ ഇത് നിർണായകമായിട്ടുള്ളൊരു സ്പോട്ടാണ്. 8ഉം ഒപ്പം തന്നെ 12ഉം 13ഉം സ്പോട്ടുകൾ, ഈ സ്പോട്ടുകളൊക്കെ അതിനിർണായകമാണെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിലുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി പറയപ്പെടുന്നത്. അതും റോഡിനോട് ചേർന്നുള്ള ഭാഗം, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന മെയിൻ റോഡിനോട് ചേർന്നുള്ള ഭാഗം. നേരത്തെ ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന സ്ഥലം, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കാൻ പോകുന്നത്. ആ സംഘം ഒന്നാകെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. SITയിലെ ഉദ്യോഗസ്ഥരും ഇവർക്ക് പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും അതിനിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറാണ്. ഇന്നലെ 6ാമത്തെ സ്പോട്ട് കഴിഞ്ഞ് 7ാമത്തെ സ്പോട്ടിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. SIT ഉദ്യോഗസ്ഥർ നമ്മളുടെ മെസ്സേജുകൾക്കൊന്നും മറുപടി നൽകിയിട്ടില്ല. പക്ഷേ 8ാം സ്പോട്ടിലേക്ക് വരുമ്പോൾ അത് അതിനിർണായകമായ സ്പോട്ടാണ്. പുറത്തുനിന്ന് ഈ പ്രൊസീജിയറൊക്കെ കാണാൻ കഴിയും. ആ വിവരങ്ങൾ അങ്ങനെ അത്ര രഹസ്യമാക്കി വെക്കാനും കഴിയില്ല. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണ് എങ്കിൽ ഇവിടെ നിന്നും കുറച്ച് അസ്ഥിയുടെ ഭാഗങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. സുഹൈൽ, എന്തായാലും ഈ പരിശോധന 8ാം സ്പോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. 6ാം സ്പോട്ടിലായിരുന്നു ഇത്തരത്തിലൊരു 15 അസ്ഥികൾ, പുരുഷൻ്റെ സ്വീകരിക്കുന്ന അസ്ഥികൾ ലഭിച്ചത്. 7ാം സ്പോട്ടിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന 8ാം സ്പോട്ടിലെ പരിശോധന നിർണായകമാകുമെന്ന സൂചനകൾ തന്നെയാണ് SITയിൽ നടക്കുന്നത് നമുക്ക് ലഭിക്കുന്നത്.